Hi all, it's me Asru. Let's talk something with Jandu. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പീരീഡ്സിനെ കുറിച്ചിട്ടാണ്. ഒരാണായി ഞാൻ എന്തിന് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ചിന്തിക്കാൻ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ചെങ്കിലും പേരുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. ആക്ച്വലി അത് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ സ്ത്രീകളാണെങ്കിലും അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പോൾ നമുക്ക് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഞാനൊരു ബയോളജി ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പീരീഡ്സിനെ കുറിച്ചും എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇപ്പോൾ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് കോണ്ടന്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പീരീഡ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറയാനാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പീരീഡ്സ് എന്താണെന്ന് നോക്കാം. ഞാനിതിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബേസിക്കലി നമുക്ക് അറിയേണ്ട സംഭവം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നിങ്ങൾക്ക് അത് കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, സംസാരിക്കാം. എനിക്ക് പറയുന്നതിന് നാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പേടി ഉണ്ടായിട്ടോ ഒന്നുമല്ല. അത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാ വശങ്ങളും അറിയണമെന്നില്ലല്ലോ. ബേസിക്കലി എന്താണ് അത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഫേസ് ചെയ്യുന്ന ആളുകളോട് റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നും. അതറിയാത്ത ആളുകളാണ് ഈ പറഞ്ഞ വിദ്വേഷങ്ങളൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി എന്താണ് പീരീഡ്സ് നോക്കാം. പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി മെച്ചുവർ ആയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, ഞാൻ പറഞ്ഞു ബയോളജിക്കലി മെച്ചുവർ ആയ ഒരു പെൺകുട്ടി, അവളുടെ ശരീരം അവളെ ബോധ്യപ്പെടുത്തണം ആക്ച്വലി എന്തായി, ബയോളജിക്കലി മെച്ചുവർ ആയി എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, ബയോളജിക്കലി മെച്ചുറേഷൻ ആണ്. അതും മെന്റൽ മെച്ചുറേഷനും തമ്മിൽ അല്ലെങ്കിൽ മാനസിക പരിപൂർണതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. ബേസിക്കലി എനിക്ക് അത്രയും അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യില്ല എന്നുള്ളതാണ്, അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി ഫിസിക്കലി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ആദ്യത്തെ പീരീഡ്സ് ഉണ്ടാവുക. ആ ആദ്യത്തെ പീരീഡ്സിന് ആക്ച്വലി മെനാർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ മെനാർക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയേണ്ട വാക്കാണ് മെനാപ്പോസ്. അപ്പോൾ പെൺകുട്ടികളിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന പീരീഡ്സിനെ വിളിക്കുന്ന പേരാണ് മെനാർക്ക് എന്ന്. അതിൽ ഫസ്റ്റത്തെ ആർത്തവത്തെ വിളിക്കുന്ന പേരാണ് മെനാർക്ക്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സംഭവിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മെനാപ്പോസ്. അതായത് സ്ത്രീകൾക്ക് ഒരു കറക്റ്റ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട് അവരുടെ ലൈഫിൽ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. അവർ മെച്ചുവർ ആയി കഴിഞ്ഞാൽ, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് അവരുടെ ലൈഫ് അവരുടെ ബോഡിയിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുക, പറയുക. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ നോർമലി സ്പേം പ്രൊഡക്ഷൻ നടക്കും. വിച്ച് മീൻസ് അവർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, റീപ്രൊഡക്ഷൻ പറയുന്ന പ്രോസസ്സ് എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല, റീപ്രൊഡക്റ്റീവ്ലി അവരുടെ ബോഡി ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ സ്ത്രീകളുടെ ശരീരം അങ്ങനെയല്ല, അവർക്കൊരു കറക്റ്റ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്. അതാണ് മെനാർക്ക് മുതൽ മെനാപ്പോസ് വരെ. ഞാൻ ഇതൊരു പീരീഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴാണ് ഇനി ആദ്യത്തെ പീരീഡ്സ് ഉണ്ടാവുക, അല്ല ആദ്യത്തെ ആർത്തവ ചക്രം തുടങ്ങുക, എപ്പോഴാണ് അത് അവസാനിക്കുക, അത് ഓരോ സ്ത്രീകളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അവരുടെ ആരോഗ്യം, അതേപോലെ തന്നെ അവരുടെ ഹോർമോണൽ ലെവൽസ്, അവരുടെ മാനസികാരോഗ്യം, പിന്നെ അവരുടെ ഭക്ഷണ രീതി, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും. ഓക്കെ, നോർമലി ഒരു 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 12 വയസ്സ് മുതലൊക്കെ മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുക. അതേപോലെ തന്നെ ഒരു 45 to 55 ഏജിൽ അവർക്ക് മെനാപ്പോസ് സംഭവിക്കുമെന്ന് പറയും. പക്ഷേ ഇന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം 8 വയസ്സിലോ 9 വയസ്സിലൊക്കെ പീരീഡ്സ് തുടങ്ങുന്ന കുട്ടികളുണ്ട്. അത് പീരീഡ്സ് നേരത്തെ തുടങ്ങുന്നത് വളരെ ആഘോഷമാക്കുന്ന വീടുകളും അല്ലെങ്കിൽ കൾച്ചേഴ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുട്ടി കുറേ കാലം ബ്ലീഡിങ് അനുഭവിക്കുക എന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ മീൻസ് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നേരത്തെ പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികളിൽ ഹൈറ്റ് വെക്കാനുള്ള, അവരുടെ ഹൈറ്റ് കൂടുന്ന ആ ഒരു പ്രോസസ്സ്, അതിൻ്റെ അളവ് കുറയും. അതായത് കുട്ടികളുടെ ഹൈറ്റ് കുറഞ്ഞു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കേട്ട സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന അമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്ക് നേരത്തെ, വളരെ നേരത്തെ ഒരു 12 വയസ്സ് മുൻപൊക്കെ പീരീഡ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ നോർമലാണ്. പീരീഡ്സ് നോർമലാണ് ഒബ്വിയസ്ലി. നേരത്തെ തുടങ്ങിയ പീരീഡ്സ് അത്ര നോർമൽ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലൊരു പീഡിയാട്രീഷ്യനെ എന്ത് ചെയ്യണം, കാണിക്കണം. അതിനൊന്നും നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീരീഡ്സിൻ്റെ പേര് മെനാർക്കാണെന്നും ലാസ്റ്റ് പീരീഡ്സിൻ്റെ പേര് മെനാപ്പോസ് ആണെന്നും എന്ത് ചെയ്തു, പറഞ്ഞു. ഇനി എന്താണ് ഈ പീരീഡ്സ്, ഈ പറയുന്ന പീരീഡ്സ് എന്താണ്, ഈ അശുദ്ധി എന്താണ്, അല്ലേ? എല്ലാവരും നമ്മൾ കൂടുതൽ ആളുകളും പീരീഡ്സ് അല്ലെങ്കിൽ അതായി ഇതായി ഡേറ്റ് ആയി അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുക. അപ്പോൾ ആക്ച്വലി അങ്ങനെയൊക്കെ മറച്ച് വെക്കേണ്ട ഒരു സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മറച്ച് വെക്കാൻ പറ്റിയൊരു സാധനമാണോ? എത്ര മറച്ച് വെച്ചാലും അത് നടന്നുകൊണ്ടിരിക്കുമല്ലോ ആക്ച്വലി. അപ്പോൾ എന്താണ് പീരീഡ്സ്? ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ ശരീരം ബയോളജിക്കലി മെച്ചുവർ ആയി കഴിഞ്ഞാൽ നോർമലി ഒരു പെൺകുട്ടിക്ക് 2 അണ്ഡാശയങ്ങൾ ഉണ്ടാവും, അഥവാ ഓവറി എന്ന് പറയും. അവരുടെ അടിവയറ്റിൽ
ഗർഭപാത്രത്തിന് ഇരുവശത്തുമായിട്ടായിരിക്കും എന്തുണ്ടാവുക, അണ്ടാശയങ്ങൾ അല്ലെങ്കിൽ ഓവറികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ മനുഷ്യരിൽ സ്ത്രീകളിൽ ഓരോ മാസം അവരുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞു ഓവ ഉണ്ടാവും. ഒരു കുഞ്ഞു മൊട്ട് പോലെ ഉണ്ടായിട്ട് അത് വലുതായി അതൊരു വലിയ എന്തായിട്ട് മാറും, ഓവ അല്ലെങ്കിൽ ഒരു മെച്ചുർ ആയിട്ടുള്ള അണ്ടമായിട്ട് മാറും. ഈ അണ്ടം പിന്നെ അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ കഴിയൂല, സൂക്ഷിക്കാൻ കഴിയൂല. കാരണം അവരുടെ ശരീരം എന്തിനു വേണ്ടിയിട്ട് അണ്ടം ഉണ്ടാക്കുന്നത്, അവരുടെ ശരീരത്തിൽ എന്തെത്തും, ഓരോ മാസം അവർ എക്സ്പെക്ട് ചെയ്യാണ് എന്ത്, സ്പേം അഥവാ പുംബീജം അവിടെ എന്ത് ചെയ്യും, എത്തിക്കഴിഞ്ഞാൽ ഈ സ്പേമും അണ്ടോ അഥവാ ഓവും പുംബീജവും തമ്മിൽ കൂടിച്ചേർന്നിട്ട് അത് സിക്കാണ്ടം അല്ലെങ്കിൽ സൈഗോട്ട് എന്നിട്ട് അത് എംബ്രിയോ ആയി അത് ബേബി ആയിട്ട് എന്ത് ചെയ്യും, മാറും, കുഞ്ഞായിട്ട് മാറുന്നതാണ് അവരുടെ ബോഡി എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഓരോ ശരീരത്തിന് അറിയൂല. ഇതിപ്പോ 12 വയസ്സിൽ തന്നെ തുടങ്ങിയിട്ട് അപ്പൊ തന്നെ എന്താൻ പറ്റൂലല്ലോ, ഇത് കുട്ടി ഉണ്ടാവാൻ പറ്റൂലല്ലോ. കാരണം എന്താ, അവർക്ക് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാനായി കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങുന്ന സമയത്താണല്ലോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ മനസ്സ് എന്താവുക, പ്രിപ്പയർ ആവുക. ഇതുവരെ ശരീരം മാത്രമല്ലേ പ്രിപ്പയർ ആയിട്ടുള്ളൂ. ശരീരം മാത്രം കൊണ്ട് നമുക്ക് ഒരു കാര്യം എന്ത് ചെയ്യാൻ കഴിയൂല. അത് ആർക്കും അറിയൂല, ഈ അണ്ടാശയങ്ങൾക്ക് അറിയൂല. അപ്പൊ അവർ ഓരോ മാസം അതേപോലെ എന്ത് ചെയ്യാണ്, വീണ്ടും ഓരോ മാസം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഓവം അല്ലെങ്കിൽ അണ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അണ്ടം വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ ഇരിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ എവിടെ ഇരിക്കാൻ പറ്റൂല, അണ്ടാശയത്തിൽ ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണുകൾ ഓർമ്മ ഉണ്ടോ? ആ ഹോർമോണുകളുടെ പ്രവർത്തനം കാരണം ഇത് എന്ത് ചെയ്യും എന്നറിയോ, അവരുടെ ഗർഭപാത്രത്തിന് നേരെ എന്ത് ചെയ്യും, പുറന്തള്ളും. എവിടുന്ന്, അണ്ടാശയത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഗർഭപാത്രം നടുവിലാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. അതിന്റെ 2 സൈഡിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ അണ്ടാശയം അല്ലെങ്കിൽ ഓവർ ഇരിക്കുന്നത്. അതിന് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു ട്യൂബ് ഉണ്ട്, അതിനെ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. അതിന് 3 ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അണ്ടാശയത്തിൽ നിന്ന് ആ പുറത്ത് വിടുന്ന അണ്ടം നമ്മളെ ഗർഭാശയത്തിന് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ശരീരം എന്താ വിചാരിക്കണം, ഇപ്രാവശ്യമെങ്കിൽ അവിടെ ആര് വരും, സ്പേം അല്ലെങ്കിൽ പുംബീജം വരും, അവർ തമ്മിൽ കൂട്ടിമുട്ടും, ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോഗം നടക്കും, കുട്ടി ഉണ്ടാവും, ബേബി ഉണ്ടാവും എന്നാണ് വിചാരിക്കണേ. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കാത്തിരിപ്പൊക്കെ എന്താവും, വെറുതെ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടെയാണ് അണ്ട ഉണ്ടാവുന്നത്, അണ്ടാശയത്തിൽ അഥവാ ഓവറിൽ അണ്ട ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു, സ്ത്രീയുടെ ശരീരം എന്താ വിചാരിക്കണേ, ഇപ്രാവശ്യമെങ്കിൽ അവിടെ എന്തുണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും, ബേബി ആവും. അപ്പൊ ബേബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അണ്ടാശയത്തിൽ അണ്ട ഉണ്ടാവുന്ന അതേ സമയം ഗർഭാശയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യും, നടക്കും. ഗർഭാശയത്തിൽ 3 ഭിത്തികളുണ്ട്, 3 ലെയറുകളുണ്ട് കേട്ടോ, 3 തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും ഉള്ളിലത്തെ ലെയറിന്റെ പേരാണ് എൻഡോമെട്രിയം. ഓക്കെ, അതിന് മലയാളം എന്താ എനിക്ക് അറിയാത്തോണ്ടാ പറയാത്തെ. അപ്പൊ എൻഡോമെട്രിയം ഇങ്ങനെ തട്ടി കൂടി വരും, അതൊരു കുഷ്യൻ പോലെ, ഒരു ബെഡ് പോലെ ആയിട്ട് മാറും. ആരെ വെൽക്കം ചെയ്യാനാണ്, ബേബിനെ വെൽക്കം ചെയ്യാൻ. പക്ഷെ എല്ലാ മാസം അവിടെ ബേബി എത്തുമോ, അല്ലെങ്കിൽ ബേബി ഉണ്ടാവാനുള്ള എംബ്രിയോ ഭ്രൂണം അവിടെ എത്തുമോ, ഇല്ല. കാരണം ഇപ്പൊ ആര് മാത്രമേ അവിടുന്ന് വരുന്നുള്ളൂ, നമ്മുടെ അണ്ടം, എഗ്ഗ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങോട്ട് ആര് ചെന്നിട്ടില്ല ഇതുവരെ, സ്പേം ഇതുവരെ ചെന്നിട്ടില്ല. അപ്പോൾ അവിടുന്ന് അണ്ടം ഉണ്ടായി പുറത്ത് വിട്ട് അണ്ടത്തിന് ആകെ 24 മണിക്കൂറോളം എന്തേ ഉള്ളൂ, ആയുസുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ അവിടെ സ്പേം എത്തൂല അല്ലെങ്കിൽ പുംബീജ് എത്തൂല. അപ്പൊ അണ്ട ആകെ വിഷമിച്ച് അണ്ട എന്ത് ചെയ്യും, മരിക്കും. ഓക്കെ, അങ്ങനെ മരിച്ച അണ്ടം അവിടുന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇത് ആരും അറിഞ്ഞിട്ടില്ല, നമ്മുടെ ഗർഭപാത്രം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല അണ്ടം മരിച്ചിരിക്കുകയാണ് എന്നുള്ളത്. ഗർഭപാത്രം ഇപ്പോൾ എന്താ വിചാരിക്കുന്നത്, അവിടെ സ്പേം എത്തിയിട്ടുണ്ടാവും, അവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടാവും, അവർ പരസ്പരം എന്ത് ചെയ്തിട്ട് ഒന്നിച്ച് ചേർന്ന് ഭ്രൂണമായിട്ട് എംബ്രിയോ ആയിട്ട് വരും. അപ്പൊ ബേബിനെ എന്ത് ചെയ്യണം, വെൽക്കം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അവിടെ ഞാൻ പറഞ്ഞു എൻഡോമെട്രിയം ഒരു കുഷ്യൻ പോലെ ആയി, കുറേ ബ്ലഡ് വെസൽസും ഗ്ലാൻഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഗ്രന്ഥികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ബേബിനെ വെൽക്കം ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 7-8 ദിവസം അല്ലെങ്കിൽ 14ഓളം ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാവുക, ഇല്ല, അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല, അവർ തമ്മിൽ ബീജസംയോഗം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യൂല, ബേബി ഭ്രൂണം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സങ്കടത്തിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡെഡ് ആയിട്ടുള്ള മരിച്ച അണ്ടവും ഈ മറ്റേ എൻഡോമെട്രിയത്തിൽ ഉണ്ടായ ബ്ലഡ് വെസലുകളും ഗ്ലാൻഡുകളും ഇതെല്ലാം കൂടെ പൊട്ടി എന്ത് ചെയ്യും, അവരുടെ വജൈന വഴി എന്ത് ചെയ്യും, പുറത്തു വരും. ഈ പുറത്തു വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആർത്തവ ചക്രം അല്ലെങ്കിൽ എന്ത്, നമ്മുടെ പീരീഡ്സ് എന്ന് പറയുന്ന സാധനം. ഇത്രയും ഞാൻ കഥ പറഞ്ഞപ്പോൾ ചില വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ് സംഭവം എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ അത്രയും സിമ്പിൾ ആയിട്ടാണ് അത് എന്ത് ചെയ്തത് പറഞ്ഞത്. ഇത്രയും കഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വരുന്ന സാധനം അശുദ്ധമാണ്, അല്ലെങ്കിൽ ആ വരുന്ന സാധനം ഇംപ്യൂർ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇംപ്യൂർ ആണ്. കാരണം ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, പുറത്ത് കളയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടടാ, എപ്പോഴാണ് അത് ആവശ്യമില്ലാണ്ടായത്, അതിന്റെ ആവശ്യം അവിടെ നടക്കാതായപ്പോഴാണ് അത് ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് മാറിയത് അല്ലേ. എന്തായിരുന്നു അതിന്റെ ആവശ്യം, ആ വരുന്ന ഓരോ മാസം വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അണ്ടവും ആ മാസം ഒരു പുംബീജ് അല്ലെങ്കിൽ സ്പേമുമായിട്ട് അവർ മീറ്റ് ചെയ്യുന്ന സമയമായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ആ സ്ത്രീക്ക് മാത്രമല്ല അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും സന്തോഷം നൽകുന്ന വലിയൊരു വാർത്തയായിട്ട് മാറുമായിരുന്നു അല്ലേ. ഷീസ് ക്യാരിങ്, അവൾ എന്താണ്, ഗർഭിണിയാണ്, നമ്മുടെ കുടുംബത്തിൽ പുതിയൊരു കുട്ടി അല്ലെങ്കിൽ പുതിയൊരു അംഗം എന്ത് ചെയ്യാൻ പോവാണ്, വരാൻ പോവാണ്. പിന്നെ ഒരു നീണ്ട കാലം ഏകദേശം 10 മാസത്തോളം ക്യാരിങ് ആയിട്ടുള്ള സ്ത്രീ മാത്രമല്ല എല്ലാവരും ആ ബേബിക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും, വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ ബേബി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ അണ്ടം അല്ലെ, ഇങ്ങനെ ഓരോ മാസം വന്നുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു അണ്ടവുമായിട്ട് ബീജം പുംബീജം അല്ലെങ്കിൽ സ്പേം ചേർന്നപ്പോഴാണല്ലോ കുട്ടി ഉണ്ടായത് അല്ലെ. ആ അണ്ടമാണടായി പൊട്ടിയിട്ട് ബ്ലഡ് വെസൽസിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്, പുറത്തു വരുന്നത്. അപ്പൊ എങ്ങനെ ഇതുള്ള ആളുകളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും?
അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇനി ഇങ്ങനെ മാറ്റി നിർത്തുന്നതിനോടൊക്കെ പ്രതികരിച്ചിട്ട് ഓക്കെ ഇനി എനിക്ക് പ്രസവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോടാ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ നമ്മൾ അവരോട് ചെയ്യുന്ന ക്രൂരത കാരണം എനിക്ക് ഇനി പീരീഡ്സേ വേണ്ട, ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ട് പീരീഡ്സ് ഉണ്ടാക്കുന്നില്ല, എന്തെങ്കിലും സർജറി ചെയ്യും, അവരെല്ലാം ഇത് ചെയ്തിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം, നിർത്തുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോകം എങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് എങ്ങനെ പുതിയ പുതിയ തലമുറകൾ ഉണ്ടാവും? നമ്മുടെ കുടുംബം എങ്ങനെ വലുതാവും? അപ്പോൾ അത്രത്തോളം റിസ്ക് സഹിച്ചിട്ടാണ് ഓരോ മാസവും 7 ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ ദിവസം ഓരോ ശരീരത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അവർ രക്തം വാർന്നുകൊണ്ടേയിരിക്കുകയാണ് ശരീരത്തിൽ നിന്ന്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഇത് പറഞ്ഞു കൊടുത്തിട്ട്, ലോകത്ത് പുരുഷന്മാർക്കാണ് ആർത്തവം ഉണ്ടാവുന്നെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി എടുക്കും. കാരണം ഒരു ഹാണിന് എനിക്ക് തോന്നുന്നില്ല 7 ദിവസം സ്വന്തം ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോണത് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നിൽക്കാനും ശരീരത്തെ താങ്ങി നിർത്താനും കഴിയുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു പെയിൻ എത്രത്തോളം സഹിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് എന്ത് ചെയ്യുക അറിയുന്നതാണ് അല്ലേ. അതേപോലെ തന്നെയാണ് പ്രസവിക്കുന്നത്. ലോകത്ത് ആണുങ്ങളെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണമെന്ന് പോലും ഓരോ വീട്ടിൽ ഓരോ കുട്ടിയെ ഉണ്ടാവുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല, ആ പരിപാടിക്ക് പോകില്ല. അപ്പോൾ ഇത് ആർക്കും മാത്രം കഴിയുന്ന പരിപാടിയാണ്, ഒരു സ്ത്രീക്ക് മാത്രം കഴിയുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പൊ പുറത്തു വരുന്നത് ശരീരത്തിൽ വളരെ ആവശ്യമുള്ള ഒരു പുണ്യമായിട്ടുള്ള ഒരു വസ്തുവായിരുന്നു. അതെന്ത് ചെയ്യാണ്, അതിന്റെ ആവശ്യം നടക്കാതായപ്പോൾ അത് മരിച്ച് പുറത്തു വരികയാണ്. അപ്പൊ നമ്മൾ അതിനോട് കാണിക്കേണ്ട റെസ്പെക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ഫ്രണ്ട്സിനിടയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള ഓരോ പെൺകുട്ടികളും ഓരോ മാസവും എന്ത് ചെയ്യുന്നു, അവരുടെ ശരീരത്തിലൂടെ ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവരുടെ മാനസികമായിട്ട് ഈ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും അനുഭവിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ എന്തായിരിക്കും, ഓരോ തരത്തിലായിരിക്കും. ഓരോരുത്തരുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും ഓരോ തരത്തിലായിരിക്കും. ഓരോരുത്തരുടെയും മൂഡ് ഓരോ പോലെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് നമ്മൾ റെസ്പെക്റ്റോട് കൂടി അവരെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അവർക്ക് ആ സമയത്ത് കൊടുക്കേണ്ട കെയറിങ്, അതിന് വേണ്ട അവരുടെ പീരീഡ്സിന്റെ സമയത്ത് അവരെന്താണോ അതിന് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പാഡുകളാണെങ്കിൽ അത്, മെൻസ്ട്രൽ കപ്പുകളാണെങ്കിൽ അത്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക. അവർ നല്ല രീതിയിൽ അവരോട് എന്ത് ചെയ്യുക, സംസാരിക്കുക. വീട്ടിലെ ജോലികൾ അവരെ കൊണ്ട് എടുപ്പിക്കാണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. നമ്മൾ മാറിയില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും എന്ത് ചെയ്യാൻ പോണില്ല, മാറാൻ പോണില്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞു പെൺകുട്ടികൾ ഉണ്ടാവും, അവരും വലുതാവും, അവർക്കും പീരീഡ്സ് ഉണ്ടാവും. നമ്മുടെ അമ്മമാർക്ക് പീരീഡ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും എന്ത് ചെയ്യില്ലായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ ഭാര്യമാർക്ക് പീരീഡ്സ് ഉണ്ടാവില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ഇനി വരും തലമുറ എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. സോ ദൈവം ഭൂമിയിൽ മനുഷ്യനെ അല്ലെങ്കിൽ ജീവികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പെയിൻഫുള്ളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ത്, ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. സോ അത് പെൺകുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള സ്ത്രീകൾ ലോകത്തിന് മുഴുവൻ വേണ്ടി സഹിക്കുന്നവർ എന്താണ്, ത്യാഗം തന്നെയാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ നമ്മൾ അവരോട് റെസ്പെക്ട് കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പീരീഡ്സിനെ കുറിച്ച് ബേസിക്കലി എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് ചുറ്റിലുള്ള ഓരോ പെൺകുട്ടികളിലും ഓരോ സ്ത്രീകളും ഓരോ പെങ്ങന്മാരും ഓരോ അമ്മമാരും ശരിക്കും ഓരോ ഹീറോയിൻസ് ആണ് അല്ലേ. അവർ മാസം ഓരോ 7 ദിവസങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലൊരു പോയിന്റ് കൂടെ പറയട്ടെ. ആക്ച്വലി നമ്മൾ റിലീജിയസ് പ്രകാരമായിരിക്കും നമ്മൾ അശുദ്ധി എന്ന് കുറേ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക. അത് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ശരിയല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഞാനൊരു മുസ്ലിം വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ പറയും, പീരീഡ്സ് ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല, നോമ്പ് എടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നമുക്ക് അറിയൂലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ ക്രിയേറ്റർ പഠിച്ചോനെ അറിയാലോ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ആളെന്നെ പറയുകയാണ് എന്ത്, അങ്ങനെയാണെങ്കിൽ എന്നെ പോലും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എനിക്ക് വേണ്ടിയിട്ട് പോലും എന്ത് ചെയ്യണ്ട, അധ്വാനിക്കണ്ട, നമസ്കരിക്കണ്ട, നോമ്പ് എടുക്കണ്ട. കാരണം നിങ്ങളുടെ ബോഡി അത്രക്കും വീക്കാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയല്ലേ പഠിച്ചോൻ. അപ്പൊ അത് നമ്മൾ ആ രീതിയിലല്ലേ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആ സമയത്ത് എന്ത് കൊടുക്കുകയാണ്, ഇളവ് കൊടുക്കുകയാണ്, അല്ലാണ്ട് ഓരോ മാറ്റി നിർത്താണോ, അല്ലല്ലോ. പക്ഷെ നമ്മളത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്. പലപ്പോഴും പല വീടുകളിലും ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ മാറ്റി നിർത്തലല്ല, ചേർത്ത് നിർത്തലാണ് ആവശ്യം. പ്രത്യേകിച്ച് അവര് ചോര വാർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ദിവസങ്ങളിൽ. സോ എനിക്ക് ചുറ്റുമുള്ള എല്ലാ സ്ത്രീകൾക്കും, എൻ്റെ ഉമ്മാക്കും എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ കസിൻസ്, എൻ്റെ പ്രിയപ്പെട്ട പെൺ സുഹൃത്തുക്കൾ, അതേപോലെ ഭാവിയിൽ ഇൻഷാല്ലാ എനിക്കാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പെൺകുട്ടികൾ, എനിക്ക് ചുറ്റിലും ജനിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, ഇവരൊക്കെ ഓരോരോ ഹീറോയിൻസ് ആണ്. ഡെഫിനറ്റ്ലി അതിലൊരു സംശയമില്ല. അവർക്ക് എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പീരീഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു അടിസ്ഥാന ധാരണ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നതും ഇത് കേൾക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിന് വളരെ വലിയ സന്തോഷമാണ്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ
എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഉറപ്പായിട്ടും സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഓരോ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കൺഫ്യൂഷൻ ആവാണോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന നല്ല ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സംസാരം നിങ്ങൾക്ക് കണക്ട് ആയി തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇത് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്